ഹലോ എവറി വൺ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൗണ് തമ്മിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അതായത് ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്തിട്ട് ആ ടൗണ് നമ്മളെ കൈക്കലാക്കുന്ന ഗെയിം. അപ്പോൾ ഈ ഗെയിമിൽ എന്ന് പറയുമ്പം നമ്മളെ കൂടാണ്ട് വേറെയും 2-3 ടൗൺ ഉണ്ടാവും. അപ്പം ഇവിടുന്ന് നമ്മൾ വരയിട്ടിട്ട് അപ്പുറത്തെ ടൗണിലേക്ക് പോയി അവരെ കൊല്ലാം, ഇപ്പുറത്തെ വരയിട്ട് അപ്പുറത്തേക്ക് പോയി കൊല്ലാം. പിന്നെ അതിൽ ആൾക്കാരുണ്ട്, ആൾക്കാരെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള വെടിവെക്കാനെല്ലാം അറിയുന്ന അങ്ങനത്തെ ആൾക്കാരെല്ലാം നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ വണ്ടി ഉണ്ട് ഓടിക്കണ്ട, അതെല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു പാലം കെട്ടിയിട്ട് പോയിട്ട് തകർത്തിട്ട് നമ്മൾ ആ സാമ്രാജ്യം കൈക്കലാക്കണം. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ്. ബാക്കി ഗെയിം പ്ലേ വീഡിയോയിലുണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഗെയിമിൽ നമുക്ക് ആദ്യം ഷോപ്പിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടെ കളക്ട് ചെയ്യാനുണ്ടാവും, വേണ്ടത് കളക്ട് ചെയ്യുക. താഴത്തെല്ലാം പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഒരാളെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കോയിൻ കൊടുത്തിട്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യൽ, അങ്ങനത്തെ സ്കൂട്ടർ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് സ്ഥലം. ഇത് തൊട്ട് കഴിഞ്ഞാലും കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്ലേ കൊടുത്തു കഴിഞ്ഞാലും കളിക്കാൻ പറ്റും. ഇപ്പം ഞാൻ വരയിടുന്നുണ്ടാ, ഇത് എനിക്ക് വരയിട്ടിട്ട് അടുത്തുള്ള ബിൽഡിങ് പൊളിച്ചിട്ട് നമ്മളതാക്കുക. അതേ സമയത്ത് അവർ വരികയും ചെയ്യും. അപ്പം ആ ടൈമിൽ അവർ അറ്റാക്ക് ചെയ്യുക. അപ്പം അങ്ങനെ പോയിട്ട് ജയിക്കണ്ടത്. ഇങ്ങനെ ഒരു കളിയാണ്. ഇപ്പം ഫുള്ള് ഇതാക്കി ഞാൻ ഫുള്ള് പൊട്ടിച്ചു, ലാസ്റ്റ് ബിൽഡിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഈസിയാണെന്നോ കളി. ഈസി അല്ല, കാരണം ഹാർഡായിട്ട് കളി വരുന്നുണ്ട്. കുറച്ച് ചിന്തിച്ചിട്ട് ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആദ്യം കളിക്കുന്ന സമയത്ത് അവർ കാണിച്ചു തരും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കാനാവും. പിന്നെ കുറച്ചും കൂടി ഹാർഡാവും. അപ്പോൾ നമ്മൾ ഓരോ കളി തോക്കാനെല്ലാം തുടങ്ങും. അപ്പോൾ അങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഈ കളിയിൽ ജയം മാത്രമല്ല തോൽവിയും ഉണ്ട്. അപ്പോൾ തോക്കുന്ന ഗെയിം പ്ലേ ആണ് ഇത് നിങ്ങൾ കാണുന്നത്. ആദ്യം കുറച്ച് സ്ഥലം ഉണ്ടായിന്, ഇപ്പം പൊട്ടിച്ച് അവരെല്ലാം കയറി എനിക്ക് കയറാൻ പറ്റിയിട്ട. അങ്ങനെ ഈ ഗെയിമിൽ തോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തോക്കാനും ഒരുപാട് സാധ്യതയുള്ള ഒരു ഗെയിമാണ് ഇത്. അപ്പോൾ കുറേ ഗെയിം പ്ലേ കഴിഞ്ഞ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരു 2-3 കളി തോറ്റു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ആദ്യം വെറുതെ വരച്ച് തോറ്റ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കണമെന്ന്. ഇത് ഓഫ്ലൈൻ മാത്രമല്ല, നമുക്ക് ഓൺലൈനിലും കളിക്കാനാവും. അപ്പം ഓൺലൈൻ ഗെയിം പ്ലേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കുറേ ലെങ്ത്ത് പോകുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഓൺലൈൻ ഗെയിം പ്ലേ ഇട്ടുതരാം. അതായത് ഞാൻ വേറൊരാളായിട്ട് ഓൺലൈനിൽ കളിക്കുന്നത്. ഇതിപ്പം ഓഫ്ലൈനായിട്ട് നമ്മൾ കളിച്ച് പോകും. പിന്നെ ഓൺലൈൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്നിച്ച് റിയൽ പ്ലെയേഴ്സ് വരും, അവരൊന്നിച്ച് കളിക്കുക. അപ്പോഴത്തേക്ക് അവരൊന്നിച്ച് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്ലെയറെല്ലാം അപ്ഗ്രേഡ് ആക്കി നല്ല ലെവലെല്ലാം ആക്കിയിട്ട് പോവാം. അപ്പം സെറ്റ് ആവും കളി. അപ്പോൾ ഓരോ ഓൺലൈൻ പ്ലേയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓൺലൈൻ പ്ലേ എങ്ങനെ എടുക്കുന്നത് നോക്കിക്കോ. അവിടെ കൊടീൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിൽ കാണിക്കും. നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാനിപ്പം കറക്റ്റായിട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ വേറൊരുത്തനുമായിട്ട് കിട്ടി. കണ്ട, നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ജയിക്കണേ. ഞാനിതൊരു കളിയെ കളിച്ചിട്ടു. ബാക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 2-3 കളികൾ കളിച്ചോ. കുറച്ചും കൂടി മേലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി പവർ കൂടി ആൾക്കാർ വരും. അപ്പോൾ അവരുമായിട്ട് മുട്ടേണ്ടി വരും. ഇത് പെട്ടെന്ന് തീരും. ആദ്യം ചെറിയ സ്ഥലങ്ങളെല്ലാം തരും. അപ്പോൾ അത് ജയിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബിൽഡാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വലിയ സ്ഥലത്തേക്കും. ഈ ചങ്ങായി എന്ന് പറയുമ്പോൾ അധികം കളിക്കാൻ അറിയില്ല. എന്നെ കണക്കെ ഒരു ചെറിയ പ്ലെയറാണ്. ഇപ്പം മുകളിൽ കണ്ടോ,
ഒരു നീലയും ചുവപ്പും കാണുന്നത് ഏറ്റവും മുകളിൽ ആ കോയൻ്റെ സൈഡിലായിട്ട്. അതായത് എനിക്ക് അത്രയും ആയി നീല, ഓൻ്റെത് ചുവപ്പ് ഇതുവരെ ഒന്നും ആയിട്ടാണ്. ഓൻ ആടെ മാത്രം കളിച്ചു കൊടുക്കുന്നത്രേ. പക്ഷെ ഓൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടവർ മാത്രമേ ഇല്ലു. ഇപ്പം ആ ടവറിൽ നിന്ന് ഇങ്ങനെ ചുവന്ന ടവറിൽ നിന്ന് ഇങ്ങനെ വെടി ഇങ്ങനെ ടക്കടക്കാൻ പോകുന്നുണ്ടാവും. അതേ ഇല്ല പവർ. എനിക്കിപ്പം ഈ ടവറുണ്ട്, അതുകൊണ്ട് ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് കയറി അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് തന്ത്രപൂർവ്വം അതായത് മുമ്പ് രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്യുന്നില്ലേ, സൈഡിലെല്ലാം പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ടെല്ലാം ജയിക്കുന്നത്, അതിനൊക്കെ പോകണം. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിയിട്ട് വളഞ്ഞിട്ട് സൈഡിൽ വന്നിട്ട് അവൻ്റെ ഡയറക്റ്റ് നേരത്തെ ഉണ്ടായ ആ വീട് കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയെല്ലാം ജയിക്കേണ്ടി വരും. ബാക്കി ടവർ വീട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടവർ പൊട്ടിക്കാൻ എളുപ്പമാണ്. കാരണം ഇപ്പം വീടിപ്പോൾ പൊട്ടാനായി, ലാസ്റ്റ് ഇത് കഴിഞ്ഞു പൊട്ടി. പിന്നെ ടവറിലേക്ക് എന്ന് പറയുമ്പം ഒന്ന് പോയാൽ ശരിയാവില്ല, 2 പോയാൽ ശരിയാവില്ല. അപ്പം നമ്മൾ 3 4 നല്ല അതിലേക്ക് ഇവിടെ ഉണ്ട്. ഒരു 3 4 ഓക്കെ ഇപ്പോൾ സെറ്റായി. 5 കൂടി ഇട്ടു. 5 ആളെ ഒന്നിച്ച് കയറി അറ്റാക്ക് ചെയ്യുമ്പം അതിനെല്ലാവരും അമ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് പൊളിച്ചിട്ട് നമ്മൾ ജയിച്ചേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.